നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ന്യൂറോളജിയിൽ OPDയിൽ വരാറുള്ളതിൻ്റെ കാരണമാണ് ജോയിൻറ്റുകൾക്കുള്ള വേദന. ആർത്രൈറ്റിസിനെ കോമണായി മലയാളത്തിൽ വാദം എന്ന് ആൾക്കാർ വിളിക്കും. എന്താണ് ആർത്രൈറ്റിസ്? എല്ലാ ജോയിൻറ്റുകൾക്ക് വരുന്ന വേദനയും ആർത്രൈറ്റിസ് തന്നെയാണ്. ജോയിൻറ്റിന് വരുന്ന വേദനയ്ക്ക് ആർത്രൽജിയ എന്നും, ജോയിൻറ്റിന് വേദനയ്ക്കൊപ്പം നീര്, ജോയിൻറ്റിന് ചൂട് വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അതിനെ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. എല്ലാ ആർത്രൈറ്റിസും വാദം അല്ല. ചിലപ്പോഴൊക്കെ നമുക്കൊരു പനി വന്നെന്ന് വെക്കുക, ആ പനിയുടെ ഒപ്പം നമുക്ക് ജോയിൻറ്റുകൾക്ക് വേദന വരാം. അത് ഒരു ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ് ആണ്. ഈ പറയുന്ന രീതിയിലുള്ള ജോയിൻറ്റിൻ്റെ വേദനകൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് വരുമ്പോഴാണ് പലപ്പോഴും അതിനെ വാദം എന്ന രീതിയിൽ വിളിക്കപ്പെടുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായും നമുക്ക് 3 തരത്തിൽ തിരിക്കാം. ഒന്നാമത്തേതാണ് വെയർ ആൻഡ് ടെയർ, അല്ലെങ്കിൽ ഉപയോഗിച്ച് തേഞ്ഞു പോകുമ്പോൾ വരുന്ന ആർത്രൈറ്റിസ്. ഇത് തീർച്ചയായിട്ടും ആരിലായിരിക്കും ഉണ്ടാവുക? പ്രായം ചെന്നവരിൽ. പ്രായം ചെന്നവരിൽ ഏത് ജോയിൻറ്റിനെ ഇത് കൂടുതൽ ബാധിക്കുക? കൂടുതൽ ഉപയോഗിക്കുന്ന ജോയിൻറ്റുകൾക്ക് എന്ന് വെച്ചാൽ പെടലി, തോള്, കൈയുടെ മുട്ട്, നടു, എളി, കാലിൻ്റെ മുട്ട്. അപ്പോൾ പ്രായം ചെല്ലുമ്പോൾ കൂടുതൽ ഉപയോഗിച്ച് തേഞ്ഞു പോകുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന ലാർജ് ജോയിൻറ്റുകളിൽ വരുന്ന ആർത്രൈറ്റിസ് ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതിനെ വേണമെങ്കിൽ വെയർ ആൻഡ് ടെയർ ആർത്രൈറ്റിസ് എന്നും വിളിക്കാം. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുവരുന്ന ഒരു വിഭാഗം ആർത്രൈറ്റിസ് ഉണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. മലയാളികൾ വളരെ സ്നേഹത്തോടെ ഈ ആമവാദം എന്നൊക്കെ വിളിക്കുന്നത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെയാണ്. അപ്പോൾ ഇത് ചെറുപ്പക്കാരിലാണ് ഉണ്ടാവുക. ഒത്തിരി പ്രായം ചെന്നവരിൽ ഇത് തുടങ്ങുകയില്ല. സ്ത്രീകളിലാണ് കൂടുതലായും പുരുഷന്മാരെക്കാളും ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാവുക. ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അസുഖങ്ങൾ, അത് തൈറോയിഡ് ആയിക്കോട്ടെ, ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, ആ അസുഖങ്ങളെല്ലാം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരുമ്പോൾ ആ രോഗികൾക്ക് ബാധിക്കുന്നത് ഈ ഉപയോഗം കൂടുതലുള്ള ജോയിൻ്റ് ആകണം എന്നില്ല. വിരലുകൾക്ക് വേദന, പിന്നെ മറ്റ് ജോയിൻറ്റുകളെയും ബാധിക്കാം. പക്ഷെ മിക്കപ്പോഴും സ്മോൾ ജോയിൻസും അഫക്റ്റഡ് ആണ് ലാർജ് ജോയിൻറ്റുകളുടെ ഒപ്പം. ഇവയെ മാറ്റി കാണിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്കൊക്കെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വേദനയോടെ എണീക്കുക. രാവിലെ അവർക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ജോയിൻ്റൊക്കെ അനങ്ങുന്നില്ല, സ്റ്റിഫായിരിക്കുന്നു. കുറച്ചൊന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞ് വാമപ്പായി കഴിയുമ്പോൾ ജോയിൻറ്റിൻ്റെ വേദനകൾ കുറയും. എന്നാൽ മറ്റേ വെയർ ആൻഡ് ടെയർ ആർത്രൈറ്റിസിൽ, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നേരെ തിരിച്ച, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്രമത്തിന് ശേഷം വേദനയൊക്കെ കുറവാണ്. എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങി, ഒന്ന് സ്റ്റെപ്പൊക്കെ കയറി, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു, എന്തെങ്കിലും പാചകമൊക്കെ ചെയ്തു, അപ്പോൾ ജോയിൻ്റ് പണി മുടക്കും, വേദന കൂടും, നീര് കൂടും. വിശ്രമിച്ചാൽ ആശ്വാസം കിട്ടുകയും ചെയ്യും. കൂടുതൽ പ്രായം ചെല്ലുമ്പോൾ വരുന്ന വെയർ ആൻഡ് ടെയർ ആർത്രൈറ്റിസ് നമ്മൾ പറഞ്ഞു. 2, ചെറുപ്പക്കാരിൽ പെട്ടെന്നുണ്ടാവുന്ന, വിശ്രമിക്കുമ്പോൾ കൂടുതലുണ്ടാവുന്ന ആർത്രൈറ്റിസ് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട 3ാമത്തെ വിഭാഗമാണ് ഇൻക്ലൂഷൻ ബോഡി ആർത്രൈറ്റിസുകൾ. എന്ന് വെച്ചാൽ എന്തെങ്കിലും കല്ലോ വസ്തുക്കളോ ഒക്കെ ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ആവുന്നത് കൊണ്ട് വരുന്ന ആർത്രൈറ്റിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യൂറിക് ആസിഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ കൂടുതലായി വന്നാൽ, അത് ജോയിൻറ്റുകളിൽ അടിഞ്ഞാൽ അത് ആർത്രൈറ്റിസിലേക്ക് വഴിവെക്കും. ജോയിൻറ്റിൻ്റെ ഷേപ്പ് വരെ മാറാം. ഈ ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത്, അത് ഏത് ജോയിൻറ്റിനെയാണ് ബാധിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് ചിലപ്പോഴൊക്കെ പറയാൻ പറ്റും. കൈയുടെ ഈ വിരൽ, പിന്നെ കാലിലെ തള്ളവിരൽ, ഈ പറഞ്ഞ ജോയിൻറ്റുകളൊക്കെയാണ് പലപ്പോഴും
ഈ യൂറിക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഗൗട്ട് എന്നൊക്കെയുള്ള ആർത്രൈറ്റിസ് ഉണ്ടാവുക. അപ്പോൾ പ്രായത്തിനനുസരിച്ച് പുരുഷനാണോ സ്ത്രീയാണോ എന്നതിനെ ആശ്രയിച്ച് ഏത് സമയത്താണ് വേദന കൂടുതൽ എന്നതിനെയൊക്കെ നോക്കി ഏത് തരം ആർത്രൈറ്റിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പലതിൻ്റെയും ചികിത്സ പല രീതിയിലാണ്. എല്ലാത്തിനെയും വാദത്തിന് ചികിത്സ എന്ന് പറഞ്ഞ് നമുക്ക് അടച്ച ഒരു ഗ്രൂപ്പിലാക്കി ചികിത്സിക്കാൻ പറ്റുകയില്ല. നന്ദി.